ലോക ചാപ്റ്റർ 1 ചന്ദ്ര എല്ലാം കൊണ്ടും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ചിത്രം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് കണ്ടന്റ് വൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എതിരഭിപ്രായങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത ചിത്രം. പല ചിത്രങ്ങളും നമ്മൾ ഗംഭീര ചിത്രങ്ങളാകുമ്പോൾ അതിനകത്ത് കുറച്ച് പേർക്ക്, ഒരു 10% പേർക്കെങ്കിലും ചിത്രം ഇഷ്ടപ്പെട്ടെന്ന് പറയണമെന്നില്ല. അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും രീതികളും അനുസരിച്ചാണ്. പക്ഷേ ഇതങ്ങനല്ല, എല്ലാത്തരം പ്രേക്ഷകരെ ഒരുപോലെ ഇഷ്ടപ്പെടുത്തിയ ചിത്രം. എന്നാൽ 200 കോടി കഴിഞ്ഞ് 210 ഇനി ഇത് സകലമാന റെക്കോർഡുകളും തകർക്കുമെന്ന് പറയപ്പെടുന്നു. അതൊക്കെ ഇനി അങ്ങോട്ടുള്ള വീക്കെൻഡിലുള്ള കളക്ഷനും ബാക്കിയുള്ള GCC-യിലുള്ള കളക്ഷനൊക്കെ ആശ്രയിച്ചിരിക്കും. എന്തായാലും ഇത് നെറ്റ്ഫ്ലിക്സ് എടുത്തതിനെ കുറിച്ചാണ് ഇതിനകത്ത് കൂടുതൽ ചർച്ച വരുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന് നല്ലൊരു എമൗണ്ട് പറഞ്ഞത്. ചിലർ പറയുന്നുണ്ട് 105 ചാപ്റ്ററിന് കൂടി 150 കോടി 230 കോടിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും നല്ലൊരു തുക പറഞ്ഞിട്ടുണ്ട്. അത് 5 ചാപ്റ്ററിന് വേണ്ടി നേരത്തെ പറഞ്ഞിരുന്നതാണ്. അത് അത്യാവശ്യം നല്ല തുകയായിരുന്നു. അതിനുശേഷം ദുൽഖർ കൊടുത്തില്ല, വേഫർ ഫിലിംസ് കൊടുത്തില്ല. അതിനുശേഷം നല്ലൊരു തുക വീണ്ടും പറഞ്ഞിട്ടും ദുൽഖർ കൊടുത്തിട്ടില്ല. ഫസ്റ്റ് പാർട്ട് മാത്രം വിറ്റുന്നത്. അത് ഭീകരമായ തുകയാണ്, അത്യാവശ്യം ഗംഭീര തുകയ്ക്കാണ്, ചിന്തിക്കാൻ പറ്റാത്ത തുകയ്ക്കാണ് ഫസ്റ്റ് പാർട്ട് വിറ്റെന്നാണ്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് ഷൂട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നെറ്റ്ഫ്ലിക്സിനായിരിക്കാം കൂടുതൽ ചാൻസ്, ഈ പറഞ്ഞ പോലെ ലോകം എടുക്കാനുള്ള ചാൻസ് കൂടുതൽ. നെറ്റ്ഫ്ലിക്സ് ആകുമ്പോൾ വേൾഡ് വൈഡ് നല്ല റീച്ച് കിട്ടും. നല്ല ഹൈ ക്വാളിറ്റി HD ക്വാളിറ്റിയിൽ നമുക്ക് സിനിമ OTT-യിലായാലും കാണാം. അങ്ങനെ കാണേണ്ട സിനിമയുമാണ് ലോകം.